എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പൊ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനായി തേ സിയോണിനെ കൂട്ടി വന്നിരിക്കുകയാണ്. പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് പാർട്ടിയാണ്. അവിടെ വെച്ച് ലൂസി എന്ന വളരെ സമ്പന്നയായ ഒരു യങ് ബിസിനസ്സുകാരിയെ തേ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി അവർ തേയോട് വളരെ ഇൻട്രസ്റ്റ് ആയി അവനെ കണ്ടപാടെ ഇഷ്ടപ്പെട്ട കണക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷെ തേ ആകട്ടെ അവിടെ സ്റ്റേജിൽ ഒരു ലേഡി പാട്ട് പാടുന്നുണ്ടായിരുന്നു. ആ പാട്ടിലായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവൻ. അവനും പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നും അവൻ സംസാരത്തിന്റെ ഇടയിൽ പറയുമ്പോൾ ലൂസി തന്നെ നിർബന്ധിച്ച് തേയെ സ്റ്റേജിലേക്ക് വിടുന്നുണ്ട് പാട്ട് പാടാനായി. അങ്ങനെ തേ പാട്ട് പാടുമ്പോൾ ഭയങ്കര ഭംഗിയായി തന്നെ അവൻ പാടുന്നുണ്ട്. എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിയോൺ മാത്രം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. അതിന് കാരണം അവളുടെ കാലില് ആ ഒരു ഹീലിലുള്ള ചെരുപ്പാണ്. സിയോൺ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് അവളുടെ അല്ല. അവൾ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സോ ചെരുപ്പോ ഒന്നും കൊണ്ടല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് കൊടുത്ത ലേഡി തന്നെ അവൾക്ക് ഇടാൻ ഈ ചെരുപ്പും കൊടുത്തിരുന്നു. അതാണ് അവൾക്ക് ടൈറ്റ് ആയിട്ട് വേദന എടുത്തിട്ട് വയ്യ. അവൾ പതിയെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് തേയും ശ്രദ്ധിക്കുന്നു. അങ്ങനെ പുറത്തെത്തിയിരിക്കുന്ന സിയോൺ ആ ഒരു ഹീൽസ് ഒക്കെ മാറ്റി നോക്കുമ്പോൾ കാല് കുറച്ച് ചതഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ടൈറ്റായി ആ ഒരു ഫുട്വെയർ ഒക്കെ ഇട്ട് സ്ട്രഗിൾ ചെയ്ത് നടന്നു. എന്തായാലും അവൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് തേ വരുന്നു. എന്താ എന്റെ പാട്ട് അത്ര മോശമായിരുന്നോ? അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ ചുമ്മാ ഇരിക്കായിരുന്നു, ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ എന്ത് പറ്റി, തായ്ലൻഡിൽ വന്നിട്ട് ഒരു സന്തോഷം ഇല്ലല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്തേലും ചെയ്യാൻ നോക്കിയാല് ആ മിസ്റ്റർ ഗു എന്നെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല, അപ്പോ എന്നെ കൊണ്ടെന്ന് വെറുതെ തേക്ക് ചെലവായല്ലോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറയുന്ന ടീമാണ് അവൻ അവളുടെ കാല് ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോൾ അവന് ഇവൾ എന്തുകൊണ്ടാണ് മാറിപ്പോയതെന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. നീ എവിടം വരെ എന്റെ പാട്ട് കേട്ടെന്ന് ചോദിച്ച് അവനാകട്ടെ ബാക്കി പാട്ട് അവൾക്ക് അവിടെ ഇരുന്ന് പാടി കൊടുക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവന്റെ പാട്ട് എൻജോയ് ചെയ്യാൻ പറ്റാതെ ഇവിടെ വന്നിരുന്ന എന്റെ സങ്കടം അവൾക്കുണ്ടായിരുന്നത് ഇപ്പൊ അതേ മാറി കിട്ടി. അങ്ങനെ എന്തായാലും വന്ന പാർട്ടിയൊക്കെ കഴിഞ്ഞവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തി. അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിന്റെ ഇടയിൽ അവിടെ പോലീസ് എത്തി ഇവരെല്ലാവരും പിടിച്ചോണ്ട് പോകുന്നുണ്ട് സ്റ്റേഷനിലേക്ക്. എന്താ സംഭവം എന്നൊന്നും സത്യത്തിൽ ആർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് സ്റ്റേഷനിൽ എത്തി കഴിയുമ്പോഴാണ് കസ്റ്റം ഓഫീസർക്ക് കൈക്കൂലി കൊടുത്തു എന്ന പേരിലാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുന്നത്. അത് കേൾക്കുമ്പോൾ തേ ഞെട്ടിപ്പോകുന്നുണ്ട്. ഞാൻ ഒരാൾക്കും കൈക്കൂലി കൊടുത്തിട്ടില്ലാന്ന് അവൻ ഈ സംഭവത്തെ പറ്റി അറിയേയില്ല. അവൻ പറയുമ്പോഴേക്കും സിയോണിന് അറിയാലോ ആരാണ് കൈക്കൂലി കൊടുത്തതെന്ന്. അതുകൊണ്ട് തന്നെ വേഗം അവൾ പറയുന്നുണ്ട് നീ അല്ലതെ ഈ മിസ്റ്റർ ഗു ആണ് കൈക്കൂലി കൊടുത്തത്, ഞാൻ അപ്പോഴേ അയാളോട് പറഞ്ഞു കാണുന്നില്ല. അത് കേൾക്കുന്ന ഗു ഞാൻ കൈക്കൂലി ആയിട്ട് കൊടുത്തതൊന്നല്ല, ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞ് അവിടെ സംസാരിക്കുമ്പോഴേക്കും പോലീസുകാർക്ക് ഇയാളാണ് കൈക്കൂലി കൊടുത്തതെന്ന് മനസ്സിലായി. അങ്ങനെ അവർ ഗുവിനെ പിടിക്കുന്നുണ്ട്. അവിടെ കിടന്ന് ബഹളം വെച്ച് അയാളെ പുറത്തെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന തേയും സിയോണും പുറത്തേക്ക് ഇറങ്ങുന്നു. അവരാകട്ടെ ഇവിടെയുള്ള കൊറിയൻ എംബസിയിലെ അധികൃതരെ കോൺടാക്ട് ചെയ്ത് മിസ്റ്റർ ഗുവിനെ എങ്ങനെയും റിലീസ് ചെയ്യിപ്പിക്കാനായി നോക്കുമ്പോൾ കൈക്കൂലി കേസിലാണ് അയാൾ അകത്ത് പോയതെന്ന് അറിയുന്ന അവരാകട്ടെ സഹായിക്കാനായി നിൽക്കുന്നില്ല. തുടർന്ന് എന്ത് ചെയ്യണമെന്ന് ഇവർക്കൊരു പിടിത്തമില്ല. അപ്പോഴേക്കും സ്റ്റേഷനിൽ കിടക്കുകയാണല്ലോ ഗു. അയാളാകട്ടെ അയാളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അയ്യോ ഞാൻ കൊറിയന്ന് ഇവിടെ വന്ന് ഇങ്ങനെ പെട്ടുപോയല്ലോ, ഇനി എങ്ങനെ എന്റെ കുടുംബത്തെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. ഗുവിന് ഈ കമ്പനിയിലെ ജോലിയൊക്കെ പോയി കാശും ജോലിയും ഒന്നും ഇല്ലാണ്ടിരുന്ന സമയത്ത് ഗുവിന്റെ അച്ഛൻ ഒരു തയ്യൽക്കാരനാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ചായിരുന്നു കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഗുവിന്റെ അച്ഛന്റെ വരുമാനത്തിലാണ് ഗുവിന്റെ വൈഫും കുഞ്ഞുങ്ങളും ഗുവും ഒക്കെ ഈ ഒരു ക്രൈസിസിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അച്ഛൻ ഗു ഇങ്ങനെ ഒരു ജോലി സംബന്ധമായ യാത്രയ്ക്ക് പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ കൊടുത്തുവിട്ട ഒരു $50 ഉണ്ടായിരുന്നു. അതാണ് അവനിപ്പോ ഈ കൈക്കൂലിയായി കൊടുത്ത് അതും കളഞ്ഞു വിളിച്ചത്. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്ന കാശ് ഞാൻ ഇങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അയാൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പിറുവിറുക്കുന്നുണ്ടല്ലോ. അങ്ങനെ സെല്ലിക്കിടന്ന് ഗു ഇങ്ങനെ കൊറിയൻ ഭാഷയിൽ പിറുവിറുക്കുന്നത് അവിടെയുള്ള മറ്റൊരു അറസ്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആള് കേൾക്കുന്നുണ്ട്. അയാൾ നിങ്ങൾ കൊറിയൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ കൊറിയനാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കൊറിയൻ ഭാഷ അറിയാവുന്ന തായ്ലൻഡുകാരനാണെന്ന് കണ്ടാ തോന്നുന്ന അയാളോട് ഗു ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് നാള് കൊറിയയിൽ ജോലി ചെയ്തിട്ടുണ്ട്, $50 കൈക്കൂലി കൊടുത്തതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് $50 അല്ലേ, $10,000 ഒന്നും അല്ലല്ലോ, അത് ചെറിയൊരു തുകയായതുകൊണ്ട് പേടിക്കണ്ട, എന്തായാലും നാളെ ഫൈൻ കെട്ടിവെച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും, വലിയ തുക കൈക്കൂലി കൊടുത്താൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും, അത്രയും വലിയ അബദ്ധം നിങ്ങൾ ചെയ്യാൻ കാര്യമായിരുന്നില്ല. അയാൾ പറയുമ്പോഴാണ് മിസ്റ്റർ ഗുവിന് ഒരു ആശ്വാസമാവുന്നത്. നാളെ എങ്ങനെയും തേ തന്നെ ആ ഒരു ഫൈൻ തുക കെട്ടിവെച്ച് ഇറക്കുമെന്ന സമാധാനത്തിൽ അയാൾ അവിടെ അങ്ങനെ കിടക്കുന്നു. അപ്പോഴേക്കും ഇവരിവിടെ ബിസിനസ് ചെയ്യാൻ വന്നപ്പോഴേ ഗുവാട്ടെ ഇവിടെയുള്ള അയാളുടെ ഒരു കസിനെ തേക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ആ കസിനാണ് ഇവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള സ്ഥലവും ഇവർക്ക് ഇവിടെ അപ്രോച്ച് ചെയ്യേണ്ട കമ്പനിയെ കാണാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അയാളോട് ഇപ്പോ മിസ്റ്റർ ഗുവിനെ പറ്റി തേ സംസാരിക്കുകയാണ്. ഏതാണ്ട് ഒരു $3000 ഫൈൻ അടച്ചാൽ ഗുവിനെ ഇറക്കാൻ പറ്റുമെന്ന് അയാൾ പറയുമ്പോൾ എന്റെ ദൈവമേ അത്രയും കൈക്കൂലി ഒന്നും കൊടുത്തില്ലല്ലോ, എന്നിട്ടും അത്രയും ഫൈൻ അടക്കേണ്ടി വരുമോ എന്നൊക്കെ തേക്ക് ടെൻഷൻ ആവുന്നുണ്ട്. കൂടാതെ ആയിട്ട് തേയുടെ സ്റ്റാഫ് ഇപ്പോ കൈക്കൂലി കേസിൽ ഇങ്ങനെ അകത്തായിരിക്കുന്ന കാര്യം ഇവിടുത്തെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ കച്ചവടം ചെയ്യാനായി വന്ന കമ്പനിയിലെ ഒരു സ്റ്റാഫ് കൈക്കൂലി കേസിൽ അകത്തായി എന്ന രീതിക്കാണ് ന്യൂസ് അങ്ങനെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തേയുമായി സംസാരിക്കാനായിരുന്ന ആ ഒരു കമ്പനിക്കാർ ഇനി അതിന് തയ്യാറാകുമോ ഒന്നും അറിയില്ല. എന്തായാലും വലിയ പ്രതീക്ഷ ഒന്നും വേണ്ടെന്നല്ല അയാൾ പറയുമ്പോൾ തേ ആകെപ്പാടെ തകരുന്നുണ്ട്. പക്ഷെ ആ ഒരു ടെൻഷൻ സിയോണിനെ കാണിക്കാതെ അവൻ മാക്സിമം പിടിച്ചു നിൽക്കുന്നു. എങ്ങനെങ്കിലും കരക്കെത്തിക്കാനായി നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും നടക്കുകയാണല്ലോ. അങ്ങനെ എന്തായാലും ഗുവിനെ പുറത്തിറക്കാൻ വേണ്ടി ഫൈൻ കെട്ടേണ്ട സമയത്ത് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ $50 കൈക്കൂലി കൊടുത്തതിന് ഇവിടെ അവർ കേസ് ഇട്ടിരിക്കുന്നത് $1.5 ലക്ഷം കൈക്കൂലി കൊടുത്തു എന്ന രീതിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ച ചെറിയ തുക ആയിരുന്നില്ല ഫൈൻ അടക്കേണ്ടി വരുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു തുക ഇവരെ സംബന്ധിച്ച് ചെറുതല്ല, എന്നിരുന്നാലും അതിനേക്കാൾ ഒരുപാട് വലിയ തുക ഇപ്പോൾ ഫൈൻ അടയ്ക്കാനായി ആവശ്യപ്പെടുമ്പോൾ ഇവരാകെ ഷോക്കാവുന്നുണ്ട്. കേസ് ഷീറ്റ് തെറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്, ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ
തെറ്റാണെന്നും പറഞ്ഞ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗു ഇട്ടിരുന്ന കണക്കൊരു ഷർട്ട് ഇട്ട ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നു. അയാളോട് ആരാ നിങ്ങൾ, ഗുവിന്റെ ഷർട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്നെല്ലാം ചോദിക്കുമ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല. ഇവരെന്താ പറയുന്നതെന്ന് മനസ്സിലാത്ത പറ്റി അയാൾ പോവാണ്. ആക്ച്വലി അയാളാണ് മുന്നേ ഗുവിനോട് കൊറിയൻ ഭാഷയിൽ സംസാരിച്ച ആ തായ്ലൻഡുകാരൻ. അയാൾ ഗുവിന്റെ ഷർട്ട് അടിച്ചു മാറ്റി എന്ന് തോന്നുന്നു. എന്തായാലും ഗു ആട്ടെ ഈ ഒരു ഷർട്ട് ദേഹത്തുനിന്ന് ഒരു തലയണ കണക്കത് തലയെ വെച്ചാണ് മുന്നേ കിടന്ന് ഉറങ്ങിയിരുന്നത്. ഇപ്പൊ ഉറക്കത്തിൽ നിന്നിരിക്കുന്ന ഗുവിന് തന്റെ ഷർട്ട് എവിടെ പോയി എന്നറിയില്ല. അയ്യോ എന്റെ ഷർട്ട് എവിടെ പോയി എന്നല്ല അയാൾ അവിടെ കിടന്ന് വെപ്രാളം വിടുമ്പോഴേക്കും ഇവിടെ തടവിലുള്ളവരെ കാണാനായി വേണ്ടപ്പെട്ടവർക്ക് വിസിറ്റിന് വരേണ്ട സമയമാവുന്നുണ്ട്. അപ്പോഴേക്കും തേയും സിയോണും ഗുവിനെ കാണാനായി പോകുന്നുണ്ട്. ആക്ച്വലി എങ്ങനെ ഇത്രയും വലിയൊരു തുക ഫൈൻ അടച്ച് ഗുവിനെ പുറത്തിറക്കുമെന്ന് ഇവർക്ക് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ ആ ടെൻഷനൊന്നും അയാളുടെ മുന്നിൽ കാണിക്കുന്നില്ല. ഇങ്ങനെ $50 കൊടുത്തതിന് $1.5 ലക്ഷം എന്നാണ് അവർ കേസ് ഇട്ടിരിക്കുന്നതെന്നോ വലിയൊരു തുക ഫൈനായി അടയ്ക്കേണ്ടി വരുമെന്നോ ഒന്നും പറഞ്ഞ് അയാളെ ടെൻഷൻ ആക്കാതെ സാർ എങ്ങനെയെങ്കിലും സാറിന് ഞങ്ങൾ പുറത്തിറക്കുന്നൊക്കെയാണ് അവരിപ്പോ അയാളോട് വളരെ ബഹുമാനത്തിലെ സ്നേഹത്തോടെ സംസാരിക്കുന്നത്. കൂടാതെ ബിസിനസ് ഇപ്പോൾ ഇയാൾ ഇങ്ങനെ അകത്തായതിന്റെ പേരിൽ ചില പ്രശ്നങ്ങളായിരിക്കുന്നു എന്നതും പറയാതെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന് തന്നെ അയാളോട് പറയുന്നു. എന്തായാലും ആ സമയം സിയോൺ എത്ര കാര്യമായിട്ടാണ് അയാളെ പറ്റി കെയർ ചെയ്ത് സംസാരിക്കുന്നത്. സാർ ഒന്നും ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ അടിച്ച് ഹെൽത്ത് നശിപ്പിക്കരുത്, സാർ ഓക്കെ ആയിട്ടിരിക്കും, എങ്ങനെയെങ്കിലും ഞങ്ങൾ സാറിനെ പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര ഗിൽറ്റ് ഫീൽ ആവുന്നുണ്ട്. കാരണം അവളോട് അയാൾ അത്ര പോരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അയാൾ കയ്യിലുള്ള ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടല്ലോ അതിന്റെ പുറകിൽ എന്തോ ഒന്ന് എഴുതി അവൾക്ക് നേരെ എറിയുമ്പോൾ അവൾ അത് ഒരു വിധം എത്തിപ്പിടിക്കുന്നുണ്ട്. തുടർന്ന് സമയം കഴിഞ്ഞ് അവർ പോകുന്ന ടീം അവളത് വായിച്ചു നോക്കുമ്പോൾ എന്തായാലും നീ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കണം, നിന്നെ ഞാൻ വില കുറച്ച് കണ്ടതിന് സോറി എന്ന് നിന്റെ കൊളീഗ് ഗു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. കാരണം അവളെ ഒരു കൊളീഗായി അയാൾ കൺസിഡർ ചെയ്തു തുടങ്ങി. അവളെ കൂടെ ജോലി ചെയ്യുന്ന, അവൾക്ക് ജോലി ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട് എന്ന രീതിക്ക് അയാൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി എന്നത് മനസ്സിലാക്കുന്ന അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നോട് കാണിച്ച പോരിനും കുശുമ്പിനുമുള്ള ഒരു സോറിയാണ് അയാൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നാട്ടിലും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. നാമുണ്ടല്ലോ അവന്റെ അമ്മ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സേവിങ്സ് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസിന്റെ ആളുകളെ പൂട്ടിക്കെട്ടിയ കാശുമായി പോകുമ്പോൾ അവർ ആകെ പ്രശ്നത്തിലാവുന്നു. നാമും അമ്മയും കൂടി ചേർന്ന് ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ റെസ്റ്റോറന്റ് വലിയ ലാഭത്തിലൊന്നും അല്ലാത്തതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് കയ്യിലുള്ള സേവിങ്സ് എടുത്ത് മറ്റൊരു ബിസിനസ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ അതും പോയി നടത്തിക്കൊണ്ടിരുന്ന റെസ്റ്റോറന്റും ഏതാണ്ട് പൂട്ടിക്കെട്ടാറാവുന്നുണ്ട്. നാമാകട്ടെ അതുകൊണ്ട് തന്നെ മറ്റൊരിടത്ത് ജോലിക്കൊക്കെ പോകുന്നു. അവനങ്ങനെ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള മിൻഹ ഇത് മനസ്സിലാക്കി അവനോട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യരുത്, ഹെൽത്ത് ഒക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴും അവളെ ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ അവൻ മാക്സിമം മുന്നോട്ട് പോകാനായി നോക്കുന്നു. അപ്പോഴേക്കും ഇവിടെ ആ ഒരു ഹെൽമെറ്റ് ബിസിനസിന്റെ കാര്യത്തിന് കാണാനായി വന്ന ബിസിനസ്മാനെ കാണാനായി തേയും സിയോണും പോകുന്നു. അയാളുടെ കൂടെ ആ ടീം ലൂസി ഉണ്ടായിരുന്നു. പക്ഷെ അയാളാകട്ടെ ഇവർക്കിപ്പോ ഒരു ചീത്തപ്പേരുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കൂടെ ബിസിനസ് നടത്താനായി ഒട്ടും റെഡി ആവുന്നില്ല. ലൂസി അപ്പോഴേക്കും ആ ഒരു കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെങ്കിലും അത് കേട്ട ശേഷം അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തേയുടെ കയ്യിൽ അവളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പോകുമ്പോൾ സിയോൺ എന്തുകൊണ്ടോ പെട്ടെന്ന് തേയോട് പറയുന്നുണ്ട് വേഗം ചെന്നാൽ ലൂസിയോടുമുണ്ട് പ്ലീസ്, അവൾക്ക് നിങ്ങളോട് എന്തോ താല്പര്യമുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ ബിസിനസ് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാനൊക്കെ പറയുമ്പോൾ അവളുടെ ആ പറച്ചില് ഒട്ടും തന്നെ തേക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഒരുമാതിരി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവൾക്കും പറഞ്ഞത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അവനോട് സോറി പറയുന്നുണ്ട്. ഇപ്പോഴും എന്നോട് പിണക്കാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ കണ്ണി കണ്ട പെൺപിള്ളേരോട് എല്ലാം തന്നെ ഫ്ലേർട്ട് ചെയ്യാനേ നടക്കാണോ, അങ്ങനെയാണോ നീ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതേ അല്ല, ബിസിനസ് എങ്ങനെയും നടക്കട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും അവന്റെ പിണക്കം മാറ്റാനായി അടുത്ത് വാട്ടർമെലൻ ജ്യൂസ് വിൽക്കുന്നത് കണ്ട് അവൾ അത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അവനും വാട്ടർമെലൻ ജ്യൂസ് വലിയ ഇഷ്ടമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. കൂടാതെ അവളും എന്റെ അനിയത്തിയില്ലേ മിൻഹ, അവൾക്കും വാട്ടർമെലൻ ജ്യൂസ് വലിയ ഇഷ്ടമാണ്, എന്റെ അനിയൻ കുട്ടനും അവരൊക്കെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തായാലും നീ വലിയ ലക്കിയാണ്, എന്നെ പോലെ ഒരാളെ നിന്നെ സ്നേഹിക്കാനായി നിനക്ക് കിട്ടിയില്ലേന്ന് അവൻ ഫാമിലി കാര്യങ്ങൾ പറഞ്ഞ് അവൾ ഇമോഷണൽ ആവുന്നു എന്ന് കാണുമ്പോൾ ഡൈവേർട്ട് ചെയ്യാനായി അവളോട് പറഞ്ഞ് പതിയെ അവളെ നോക്കുമ്പോഴേക്കും അവളും ഒരു മധുരം നോക്കാണ്. തുടർന്ന് അവൻ അവളെ കിസ് ചെയ്യാനായി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ പെട്ടെന്ന് അവനെ തള്ളിക്കളയുന്നു. അയ്യോ എന്തിനാ എന്നെ ഇങ്ങനെ തള്ളിയിട്ടേന്ന് അവൻ ചോദിക്കുന്ന ടീം അല്ല അത് പിന്നെ മിസ്റ്റർ ഗു അവിടെ ജയിലിൽ കിടക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ശരിയാണോന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ അവന് ചിരിയാണ് വരുന്നത്. ആ സമയത്താണ് അവൾ എന്നാലും ഒരു $50 കൈക്കൂലി കൊടുത്തതിന് $1.5 ലക്ഷം കൈക്കൂലി കൊടുത്തു എന്നൊക്കെ എങ്ങനെയായിരിക്കും ആ ഒരു കേസ് ഷീറ്റിൽ വന്നിട്ടുണ്ടാവുക? ആരായിരിക്കും ഗു ഇട്ടിരുന്ന ആ ഒരു ഷർട്ട് ഇട്ടിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയ ആള് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇനി ഒരുപക്ഷെ അയാള് ആൾമാറാട്ടം നടത്തി ഇറങ്ങിയതായിരിക്കുമോ ഗുവിനെ പറ്റിച്ച് ഗുവിന്റെ ഡ്രസ് ഇട്ട് അയാളാട്ടെ ഗുവിന്റെ കുഞ്ഞു കൈക്കൂലി കേസിൽ അയാളുടെ വലിയ കേസ് സ്വാപ്പ് ചെയ്ത് അധികൃതരെയും ഗുവിനെയൊക്കെ പറ്റിച്ചിറങ്ങിപ്പോയ ആളായിരിക്കും എന്നെല്ലാം തേ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഇപ്പൊ ആലോചിച്ചിട്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എങ്ങനെയാലും കൊടുക്കാനുള്ള ഫൈൻ എമൗണ്ട് കണ്ടെത്തണം, അത് കൊടുത്താലേ ഗുവിനെ പുറത്തിറക്കാൻ സാധിക്കുമെന്ന് തേ പറയുമ്പോൾ പക്ഷെ അത്രയും എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കുന്നു അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും വേറെ വഴിയില്ലല്ലോ എവിടെന്നേലും ഒപ്പിക്കാന്ന് അവനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്റെ തെറ്റാ, ഞാനപ്പോ കൈക്കൂലി കൊടുക്കുന്നത് ചുമ്മാ കണ്ട് ഫോട്ടോ എടുക്കാതെ ഞാൻ പറഞ്ഞിട്ട് അയാൾ കേട്ടില്ലെങ്കിലും മാക്സിമം തടയണമായിരുന്നു, ഒരിക്കലും അത് കൊടുപ്പിക്കരുതായിരുന്നു, എന്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അയ്യോ ഫോട്ടോ എന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടല്ലോ എന്ന് അവൾ ഓർക്കുന്നത്. അതായത് $50 ആണ് അതിൽ കൈക്കൂലി കൊടുത്തിരിക്കുന്നത്, അല്ലാതെ കേസ് ഷീറ്റിൽ എഴുതിയിരിക്കുന്ന കണക്ക് $1.5 ലക്ഷം ഇല്ല എന്ന് സ്ഥാപിക്കാനായുള്ള തെളിവ് ഫോട്ടോ ആയി കയ്യിലുണ്ടല്ലോ എന്ന് അവൾ അപ്പൊ പെട്ടെന്ന് ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷെ ഫിലിം
ഫോട്ടോ ആക്കി മാറ്റണ്ടേ, പഴയ മോഡൽ ക്യാമറയല്ലേ, വേഗം തന്നെ അവിടെ സ്റ്റുഡിയോ എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് അവർ ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും രാത്രി സ്റ്റുഡിയോ അടച്ച ടൈമായിരുന്നു. അവിടെ കിടന്ന് അവർ ബഹളം വെച്ച് ഒരു വിധം ആ സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെ താമസിക്കുന്ന അയാളെ ഉണർത്തിയെടുത്ത് ഈ ഫിലിം ഒന്ന് ഡെവലപ്പ് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അയാൾ 3 എന്നാണ് കാണിക്കുന്നത്. 3 മണിക്കൂർ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ 3 ദിവസവും അയാൾ കലണ്ടർ എടുത്ത് കാണിക്കുന്നുണ്ട്. പ്ലീസ് ഞങ്ങൾ കുറച്ച് കൂടുതൽ കാശ് തരാം, നിങ്ങൾ ആവശ്യപ്പെടുന്നതിലും കുറച്ച് കൂടുതൽ തരാമെന്ന് പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ അയാൾ ആദ്യം ഒന്നും 3 മണിക്കൂറിനുള്ളിൽ ഒന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തടയുന്നുണ്ടെങ്കിലും ടേയുടെ കൈ കിടക്കുന്ന വാച്ച് കണ്ട് ഇഷ്ടമാകുന്നു അയാൾ. ഈ വാച്ച് വന്നാലേ പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ആ വാച്ച് ഊരി കൊടുക്കാനായി സിയോൺ പറയുന്നുണ്ട്. യോ ഇല്ല, ഞാൻ ഈ വാച്ച് കൊടുക്കില്ല എന്ന് തേ സങ്കടപ്പെടുമ്പോൾ എന്താ അച്ഛൻ വാങ്ങി തന്ന വാച്ചാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ടെയും അച്ഛൻ വാങ്ങി തന്നൊന്നുമല്ല, ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലാന്ന് പറഞ്ഞ് അവൻ കിടന്ന് ചിടുങ്ങുമ്പോൾ ഈ കൊടുക്ക്, നമുക്കിപ്പോ ഇതല്ലേ ആവശ്യം, എങ്ങനെങ്കിലും ഗുവിനെ പുറത്തിറക്കണ്ടേ എന്ന് പറഞ്ഞ സിയോൺ ആ വാച്ച് വാങ്ങി അയാൾക്ക് കൊടുക്കുമ്പോഴാണ് അയാളത് ബാക്കി ആ ഒരു ഫോട്ടോയുടെ പ്രോസസ് ഒക്കെ ചെയ്യാനായി പോകുന്നത്. അങ്ങനെ അവരത് ചെയ്യുമ്പോഴേക്കും സമയം ഏതാണ്ട് കുറെ കഴിഞ്ഞു പോകുന്നുണ്ട്. കോട്ട് ആരംഭിക്കുമ്പോഴേ കോട്ടിന്റെ അവിടെ ഞാൻ പോയി നിൽക്കാം, ഗുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു തുടങ്ങാം, അപ്പോഴേക്ക് ഈ ഫോട്ടോ ഡെവലപ്പ് ചെയ്ത് നീ അങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞ് കോടതിയിലേക്ക് തേ പുറപ്പെടുന്നുണ്ട്. തേ പോയി കോടതിയിലെത്തി കുറെ കഴിഞ്ഞ ശേഷമാണ് ഫോട്ടോ സിയോണിന് കിട്ടുന്നത്. അങ്ങനെ അവൾ അതുമായി പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അയാളാട്ടെ എനിക്ക് ഈ വാച്ച് ഒന്നും വേണ്ട, നിങ്ങൾ ഇത് വെച്ചോന്നും പറഞ്ഞ് ആ വാച്ചും തിരിച്ചവരുടെ അവസ്ഥ മനസ്സിലാക്കി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഫോട്ടോയുമായി സിയോൺ നേരെ കോർട്ടിലേക്ക് പുറപ്പെടുമ്പോഴേക്കും അവിടെ വലിയൊരു പ്രശ്നം അവളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുണ്ട്. ശേഷം എന്താണ് അവിടെ നടന്നത് എന്നത് അറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.